ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ്. അതായത് നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സീക്രട്ട് ഫീലിംഗ് അല്ലെങ്കിൽ അവരുടെ ഒരു കറണ്ട് ഫീലിംഗ് ഏത് തരത്തിലുള്ളതാണ്, അവരുടെ നിങ്ങളോടുള്ള ഒരു മൈൻഡ് എങ്ങനെയുള്ളതാണ് എന്നാണ് നോക്കുന്നത്. അത് നമ്മൾ ഒരു ചാനൽ റീഡിംഗ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുമ്പോൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് മാത്രം ഇരുന്ന് കാണുക. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ എന്താണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ വളരെ ഈഗറായിട്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പതിയെ റിലാക്സ് ചെയ്ത് ഒരു ഡീപ്പ് ബ്രെത്ത് ഒക്കെ എടുത്ത് വളരെ സാവധാനത്തിൽ മാത്രം റീഡിങ്ങിലേക്ക് വരിക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ചാനലിൻ്റെ മെസ്സേജസ് ആണ് എടുക്കുന്നത്. അവരുടെ ഒരു ഫീലിങ്സ് നമ്മളുടെ ചാനലിങ്ങിലൂടെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമ്മൾ നോക്കാൻ സാധിക്കും. സോ നിങ്ങളുടെയും കൂടി ആ ഒരു കോപ്പറേഷൻ ഇതിലുണ്ടാവുക. ഇതിൽ നമുക്ക് പെയറിംഗ് ആയിട്ട് വരുന്ന കാർഡ്സ് ഞാൻ ലാസ്റ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം എല്ലാം ഈ ഒരു മൊഡ്യൂളിൽ അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണണമെന്നില്ല. ഓക്കെ, നമുക്ക് ഒരു സെറ്റും കൂടി എടുക്കണം. ഓക്കെ, ഞാനിനി ഇത് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് കോമ്പിനേഷൻസ്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ചാനൽഡ് മെസ്സേജിങ് അല്ലെങ്കിൽ ആ ഒരു ചാനൽഡ് വേയിലാണ് നമ്മൾ ഇവരുടെ ഒരു എനർജീസ് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഞാൻ ആ ഒരു ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ എത്ര ക്ലൂസ് നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണ് എന്ന് നോക്കുക. ഇപ്പം ഞാനൊരു 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുമായിട്ട് മാച്ച് ആവുന്ന എത്ര കാര്യങ്ങൾ വന്നിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്കിത് റെസണേറ്റ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പോൾ ഒരുപാട് എനർജീസ് ഓവർഫ്ലോയിങ് വരുന്നത് കൊണ്ട് തന്നെ എല്ലാം നമ്മൾക്കിപ്പോൾ 10/10 നിങ്ങളുടേതാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക നിങ്ങളുടെ ആ ഒരു എനർജീസിൻ്റെ ഫ്ലോ പോലെ ഇരിക്കും എത്രത്തോളം നിങ്ങളുമായിട്ടിത് സിങ്ക് ആവുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻസിൽ പറഞ്ഞു തരുന്നത്, ഞാൻ ആദ്യം അതിൻ്റെ ബേസിക് പറയാം, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് വന്നിരിക്കുന്ന 2 പേഴ്സൺസ്, നിങ്ങളും നിങ്ങളുടെ ഒരു പാർട്ട്ണറും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ നിന്നും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു കാർമിക് സൈക്കിളാണ്. അപ്പം നമുക്ക് പല രീതിയിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെങ്കിലും ഇതിൽ വന്നിരിക്കുന്ന 2 പേരുടെയും ആ ഒരു കാർമിക് എനർജിയിലാണ് നിങ്ങൾ 2 പേരും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൂപ്പാണിത്. ആ ഒരു കാർമിക് സൈക്കിള് തീർച്ചയായിട്ടും ആ ഒരു ഫുഡ് ചെയിൻ പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാൾ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു കാർമിക് സൈക്കിൾ എപ്പോൾ ക്ലോസ് ആവുന്നോ അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പഴയ എന്താ പറയുന്ന ആ ബാഡ് കർമാസ് നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോവുക.
അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നമ്മൾ ഇതിൽ കൂടെ കാണുമ്പോൾ ഇവരിപ്പോൾ ആ ഒരു കാർമിക് സൈക്കിൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇവരുടെ ഊഴമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർട്ട് പെയിൻ ഒക്കെ അനുഭവിച്ച് അതിൽ നിന്നും ചെറുതായിട്ടൊന്ന് മാറ്റങ്ങൾ വന്നിട്ടുള്ളവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു ഹാർട്ട് ടേക്ക് അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ ഇപ്പോഴാണ് നിങ്ങളുടെ പേഴ്സന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള കർമാസിന്റെ എഫക്റ്റ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയാണ്, അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഉയരമുള്ള നേച്ചറുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ടാൻഡ് ആയിട്ടുള്ള സ്കിന്നാണ്. അതായത് ഇപ്പോൾ കുറച്ച് ഫെയർ ആയിട്ട് വെളുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും കുറച്ച് അത് ഇരുനിറത്തിലേക്ക് പോകുന്ന തരം ഷെയ്ഡുള്ള വ്യക്തികളെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഫീമെയിലും അവർ മെയിലും ആണെന്നുണ്ടെങ്കിൽ താടിയുള്ള വ്യക്തികളായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങളിൽ കാണുന്നത് ജെൻസും നിങ്ങളുടെ പേഴ്സൺ ഫീമെയിലും ആണെങ്കിൽ കുറച്ച് നല്ല മുടികൾക്ക് നീളമുള്ള വ്യക്തികളോ ആയിരിക്കാം. പിന്നെ ഇവരുടെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള നേച്ചറാണ്. അതായത് നമ്മളുടെ കണ്ണിന്റെ ആ ഒരു വൈറ്റ് പാർട്ട് ഇവരുടെ കുറച്ച് ഡൾ ആയിട്ടുള്ള കളറായിരിക്കും, കംപ്ലീറ്റ്ലി വൈറ്റ് കളറായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഒരു ഫീച്ചേഴ്സാണ് നമുക്കിവിടെ ഈ ഒരു പേഴ്സൺസിന്റെ പറയാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ടൈം പീരീഡിൽ ഈ ഒരു വ്യക്തിനെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ ഒരു ഫുള്ളി സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡിൽ ഇവരെ ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ നിങ്ങൾക്ക് പ്രോമിസസ് തന്നിട്ടുണ്ടാവും. അതായത് നിങ്ങളെ വിട്ട് ഒരിക്കലും പോകില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാലും ഇവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയില്ല എന്നുള്ള രീതിയിലുള്ള അത്രയും അഷ്വറൻസ് ആയിട്ടുള്ള പ്രോമിസസ് തന്നിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ഒരു ഹൈ പീക്കിലേക്ക് എത്തിച്ചത്, മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഈ ഒരു പേഴ്സൺസ് തന്നെയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത്രയധികം ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നിരിക്കില്ല. നിങ്ങൾ കുറച്ച് മാറി നിൽക്കുന്ന ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഇവരാണ് ഇത് എല്ലാ കൺട്രോളും എടുത്ത് മുന്നിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഇവര് കുറച്ച് എന്താ പറയാ, നിങ്ങളെ വളരെയധികം പുകഴ്ത്തിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ എല്ലാം എന്നുള്ള രീതിയിൽ സംസാരിച്ച് നിങ്ങൾ അത്രത്തോളം ഒരു ഹൈ ലെവലിൽ കണ്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം ഇവർ. അതായത് നമ്മളിപ്പോൾ പറയില്ലേ, ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ രാജകുമാരിയെ പോലെയൊക്കെ കാണുക എന്ന് പറയുന്ന തരത്തിൽ നിങ്ങളെ എന്താ ഇപ്പൊ പറയാം, നമ്മളെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന പോലെ അത്രയധികം പൊന്നുപോലെ കൊണ്ട് നടന്നിട്ടുണ്ടാവും. അതുപോലെയുള്ള എനർജീസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഏതൊക്കെ കാര്യങ്ങൾ റെസണേറ്റ് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്കായിരിക്കും എല്ലാം റെസണേറ്റ് ആവുന്നത്, ബാക്കിയുള്ളവർക്ക് ചില കാര്യങ്ങളായിരിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും എടുക്കുക. കാരണം ഞാൻ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നമ്മളുടെ കാർഡ്സ് തരുന്ന മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞ് ക്ലൂസ് ആയിട്ട് തരിക. അല്ലാതെ നമ്മുടെ ആ ലാസ്റ്റുള്ള ഞാൻ ക്ലൂസ് സാധാരണ എടുക്കാറില്ലേ, നമ്മൾ തന്നെയുള്ള മാനുവൽ ആയിട്ടുള്ള ക്ലൂസ് എടുത്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഫുള്ളി ഈ ഒരു കാർഡിനെ വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ഫുൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേണം നിങ്ങൾ കാര്യങ്ങളിവിടെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയധികം ഒരു ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഫീച്ചറിനെ കുറിച്ച് ഇവരെപ്പോഴും പറയുന്നവരായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ കണ്ണുകളെ കുറിച്ച് ചിലപ്പോൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ കണ്ണുകളുടെ അട്രാക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കെയറിങ് നേച്ചർ, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി ഇതുപോലെ ചെയ്യാൻ ചിലപ്പോൾ മറ്റാർക്കും സാധിക്കില്ല. അങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റീസ് എടുത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തികളും ആയിരിക്കാം. അപ്പോൾ അതേപോലെയാണ് ഇവരുടെ ഒരു എനർജി. പിന്നെ നമ്മളിവിടെ ഈ ഒരു പെയറിങ്ങിൽ നമുക്കറിയാം, നമുക്ക് ഫസ്റ്റ് ആയിട്ട് എടുത്തപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത് ഗിൽറ്റാണ്. ആ ഒരു ഗിൽറ്റിലാണ് നമുക്ക് ഇതിന്റെ തുടക്കം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി ഒരു കോമ്പിനേഷൻസിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണോടൊപ്പം തന്നെ
ഒരു തേർഡ് സിറ്റുവേഷനും കൂടി ഈ ഒരു സൈക്കിളിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്കിവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു സെക്കൻഡ് വേ നോക്കി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് വേയിലോട്ട് ഈ വ്യക്തിക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഷീസോഫ്രീനിയ എന്നുള്ള കാർഡും 2 തന്നെയാണ്. അപ്പോൾ ഇവര് നിങ്ങളിൽ നിന്നുള്ള ആ ഒരു പാതയിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഇവര്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഗിൽറ്റ് ഇവർക്ക് നന്നായിട്ടുണ്ട്. ആ ഒരു മെന്റലി അവർക്ക് ആ ഒരു കുറ്റബോധമുള്ള വ്യക്തികളെയാണ് നമ്മളിവിടെ കാണുന്നത്. അത് അവരുടെ പല കാര്യങ്ങളും തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു അവരുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു ഫാമിലി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ നിർബന്ധിതമായിട്ട് മാറിപ്പോയിട്ടുള്ളതാവാം, അവരുടെ മനസ്സോടെ അല്ലാതെ പോയിട്ടുള്ളതാണ്. കാരണം അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളപ്പോഴും, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഇവർ സന്തോഷത്തോടെ കാണിക്കുമ്പോഴും ഇവര് വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അതാണ് ഈ ഷീസോഫ്രീനിയ എന്നുള്ള കാർഡ് പറയുന്നത്. കാരണം ഇവിടെ ഈ രണ്ട് വശത്തും, നമ്മുടെ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വള്ളത്തിൽ കാല് വെക്കുക എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പൊ നമുക്കിവിടെ കണ്ടറിയാം 2 വലിയ കെട്ടിടങ്ങളാണ്, അത് 2 കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം എവിടെയെങ്കിലും ഒരു പതറിപ്പോയി കഴിഞ്ഞാൽ നേരെ താഴെ വീഴും. അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളെ വിട്ടു പോയ സാഹചര്യത്തിലും നിങ്ങൾ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ നീ കരുതുന്നത് പോലെ ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല, അങ്ങനെ നീ വിചാരിക്കേണ്ട എന്നുള്ള ഒരു എനർജിയാണത്. അതായത് അവർക്ക് ഒരു തോന്നലുണ്ട്, നിങ്ങൾ തന്നെ വിട്ടു പോകുന്നത് കൊണ്ട് അവരവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നായിരിക്കും ചിലപ്പോൾ കരുതുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയല്ല, ഞാൻ അവിടെ ആയിരുന്നെങ്കിലും ഞാൻ നിൽക്കാനായിട്ട് പെടാപ്പാട് പെടുകയായിരുന്നു, ഈ ഒരു സിറ്റുവേഷനിൽ ജീവിച്ചു പോകാനായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് അവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നിങ്ങൾ ഒരു കണക്ഷൻ ഉള്ള വ്യക്തികളാണ്, ഒരു കാർബിക് സൈക്കിളിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തികളുമാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു പഴയ ലവേഴ്സ്, അല്ലെങ്കിൽ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ ആദം ഔവ ആ ഒരു പ്രിന്റിംഗ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ. അപ്പൊ അവരൊരു തെറ്റ് ചെയ്യുന്നു, ആപ്പിൾ കഴിക്കുന്നു, ആ ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു തെറ്റിൽ നിന്നാണ് പിന്നീടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതേപോലത്തെ തന്നെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് അറിയാം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് എന്തോ ഒരു അഭേദ്യമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്, നിങ്ങളെ വിട്ടു പോകാൻ അല്ലെങ്കിൽ അതിനൊന്നും പെട്ടെന്ന് സാധിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലുണ്ട്, നിങ്ങളുടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ മെമ്മറീസ് എല്ലാം ഇവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്, ഇവർ ഹോൾഡ് ചെയ്ത് കൊണ്ടു നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം. എൻ്റെ മനസ്സിലുള്ള ആ ഒരു കണ്ണിലായിരിക്കില്ല അവർ ചിലപ്പോൾ എന്നെ കാണുന്നത്. അതായത് ഇവരുടെ ഉള്ളിൽ ഒരു 90% ഉള്ള തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവരെ വളരെയധികം മോശക്കാരായിട്ട്, അല്ലെങ്കിൽ ഇവരൊരു ചീറ്ററായിട്ടാണ് കാണുന്നത്. അതാണ് ഇവരെ കൂടുതലായിട്ട് വേദനിപ്പിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളിലേക്ക് വന്ന് പറയാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നെ അവർ ഈ ഒരു രീതിയിലായിരിക്കുമല്ലോ കാണുന്നത്. ഇവർക്ക് ചിലപ്പോൾ ഉള്ളുകൊണ്ട് തന്നെ ഒരു ചളിപ്പ് തോന്നുന്നുണ്ടാവാം. അതായത് ഇങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞൊക്കെ പോയിട്ട് ഇങ്ങനെ തന്നെ ഞാനാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോയത്, അതിപ്പോൾ നിങ്ങൾ അറിഞ്ഞു, അപ്പോൾ എന്തൊരു നാണക്കേടാണ് ഇതെന്നുള്ള ആ ഒരു അവരുടെ ഉള്ളിൽ ആ ഒരു ഞാൻ പറഞ്ഞു ആദ്യമേ ഒരു ഗിൽറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഷൈനസ് ഉണ്ട്. നിങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ അവർക്കുണ്ട്. അതായത് അവർക്ക് അവരെ അവർ ചെയ്ത ആ കാര്യത്തെക്കുറിച്ച് അവർ വല്ലാതെ ഒരു നെഗറ്റീവ് ഫീലിംഗ് അവർക്കുണ്ട്. പക്ഷേ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കുറച്ച് ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. അതായത് നിങ്ങൾ അത്ര പെട്ടെന്ന് ഇതാവുന്ന ആൾക്കാരല്ല. അതായത് ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുള്ള രീതിയിലാണ്. അതായത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമ മുഴുവൻ കാണിക്കാതെ നിങ്ങൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അതായത് ഒരു എടുത്തുചാട്ടം, നിങ്ങൾക്കൊരു എടുത്തുചാട്ടം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ കൊണ്ട്, അല്ലെങ്കിൽ നീ കുറച്ചും കൂടി എന്നോട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അത്രയും അടുപ്പം, ആ ഒരു ഭയമില്ലാതെ നിങ്ങളോടത് വന്ന് പറയാനുള്ള ഒരു ഇത് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഈ ഒരു രീതിയിലാവില്ലായിരുന്നു. നീ കുറച്ച് ആ സമയത്തൊന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദേഷ്യം ഒന്ന്
അത്രയും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കിടാൻ ചെല്ലാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും കാര്യങ്ങളാവില്ലായിരുന്നു എന്നുള്ള ഒരു തോട്ടും ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് നിങ്ങളെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് എന്താണ് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നോ? അവർ വേറെ ഏതെങ്കിലും ഉള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഫണ്ണി ആയിട്ടാണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ബോയിനെ പറ്റിയോ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടിരുന്നോ, അല്ലെങ്കിൽ അതൊന്ന് പറയാൻ അനുവദിക്കാതിരുന്നോ? കൂടുതലായിട്ട് പൊസസീവ്നെസ് കാണിച്ചിരുന്നോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു നേച്ചർ ഇവരെ പേടിപ്പെടുത്തിക്കൊണ്ട് അപ്പോഴും അവർക്ക് പേടിയുണ്ട് ചില കാര്യങ്ങൾ പറയാൻ. നിങ്ങൾ അത് ചിലപ്പോൾ അവരോട് വഴക്കിന് ചെല്ലും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. ഇപ്പോഴും അവർക്ക് അത് തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് വ്യക്തമാക്കാൻ പറ്റാഞ്ഞത് എന്നുള്ള ഒരു തോട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം എല്ലാവരും ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നേരെ തന്നെ ഒരു പെണ്ണിൻ്റെ അടുത്തോ ആണിൻ്റെ അടുത്തോ പോയി എന്നുള്ളതല്ല. ഇവിടെ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു കരിയറിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി, പണം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് നന്നാക്കാൻ വേണ്ടി അതുള്ള ഒരാളുടെ അടുത്ത് പോയതായിരിക്കാം. അപ്പം ഏത് രീതിയിലും ആവാം. പക്ഷേ ഇവർ പറയുന്നത് അതൊന്നും മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. കുറച്ച് സമയം എനിക്ക് തന്നിരുന്നെങ്കിൽ, ഞാൻ പറയുന്ന ആ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയാണ്ട് പോവേണ്ടി വരില്ലായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചിന്തകളാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ റിബലിന്റെ ഇതിൽ നമുക്കറിയാം, ഈ റിബൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അതായത് അവർക്കൊരു കാണാത്ത ഒരു എന്താണ് പറയുന്നത്, ഒരു ബന്ധനത്തിലാണ് അവർ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ചെയ്തു പോയതിൽ ഗിൽറ്റ് ഉണ്ട്. അതേസമയം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ചും കൂടി അവരുമായിട്ടൊന്ന് ജെല്ലായിട്ട് പോയിരുന്നെങ്കിൽ എനിക്കിതൊക്കെ ഓപ്പണായിട്ട് പറയാമായിരുന്നു, ഇങ്ങനെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ആ ഒരു സമയത്ത് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു എന്താ പറയുക കുറ്റമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ലൈഫ് ഇപ്പോഴുള്ള രീതിയിലേക്ക് ആയിപ്പോയല്ലോ എന്നുള്ള ഒരു സെൽഫായിട്ടുള്ള ഒരു എമ്പതി അവർക്കുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവരിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു രണ്ടെന്നുള്ള ആ ഒരു വഴിയിൽ നിന്ന് അവർക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും എന്നുള്ളതാണ് അവർ കരുതുന്നത്. അതായത് ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ബ്രേക്ക് ത്രൂ, അതായത് ഒരു മുന്നേറ്റമാണ് ഇനി ഉണ്ടാവാനായിട്ട് പോവുക എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവർക്ക് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്, അതുപോലെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് കുറച്ച് കുറവാണ്. അതായത് ഇവർ പലപ്പോഴും ഏത് കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഈ ഒരു തോട്ട്സ് ഇവരെ കൂടുതലായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പലതിലും കോൺസെൻട്രേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇവർ പലതിലും അത്രത്തോളം ഹാപ്പി അല്ല. അവർക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സ് അതിനവരെ അനുവദിക്കുന്നില്ല. കാരണം അവർ ഈ ഒരു കാർമിക് സൈക്കിളിനകത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രോമകൾ അനുഭവിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇവരുടെ മനസ്സിന്റെ കുറ്റബോധം. ഇപ്പൊ നമുക്കൊരു കുറ്റബോധം വന്നിട്ടില്ല, നമ്മൾ എന്ത് വലിയ തെറ്റ് ചെയ്തിട്ട് നമുക്ക് കുറ്റബോധം വന്നിട്ടില്ല, നമ്മുടെ മനസ്സുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ എപ്പോഴെങ്കിലും വരുന്നല്ലാതെ നമ്മളവിടെ പെയിൻ ആവുന്നില്ല. കാരണം നമ്മളുടെ മനസ്സിൽ നമ്മൾ പെർഫെക്റ്റ് ആണ്, അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ മനസ്സിലൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് പല കാര്യങ്ങളിലും ഒരു കുറ്റബോധം വരും. പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള. അപ്പൊ അതേപോലുള്ള എനർജിയാണ് ഇവർക്കുള്ളത്. അപ്പൊ അത് ഈ കാർമിക് സൈക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് ശക്തമായിട്ടുണ്ട്. ആ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിന്റെ ഒരു പ്രഷറൊക്കെ ഇവർ അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. അതാണ് അവർക്ക് ഈ ഒരു സമയത്ത് അനുഭവിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരതെല്ലാം ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള മിസ്സിങ്, ആ ഒരു വിഷമം അവർക്കുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ആ ചെയ്തു പോയ ചീറ്റിങ്ങിനെ കുറിച്ചുള്ള കുറ്റബോധമാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വിദേശത്ത് ജോലി എടുക്കുന്നവരായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ വരാനായിട്ട് ഒരുപാട് ദൂരമുള്ള വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷമത്തിന് ഒരു എൻഡ് വരും എന്നുള്ളത് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു അവർക്ക് അറിയില്ല കാർമിക് സൈക്കിൾ ആണോ എന്താണെന്നുള്ളതൊന്നും അവർക്കറിയില്ല. പക്ഷെ ഇതിനൊരു എൻഡ് വരും, ഇതിനൊരു അവസാനം ഉണ്ടാവും, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരിവിടെ കാര്യങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ തുടക്കത്തിൽ ഗിൽറ്റ് ആണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് സപ്രഷൻ ആണ്. അപ്പൊ നമ്മൾക്ക് അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സ്, അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഫീലിംഗ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുള്ള കാര്യം, ഇവരിവിടെ എല്ലാം സപ്രസ് ചെയ്ത് ഉള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ അവർ സപ്രസ്ഡ് ആണ്. അവർക്ക് ഇതൊന്നും പുറത്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
ആരോടും അവർക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു സപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു വേദനയിൽ നിന്ന് അവർക്കൊരു മാറ്റം വരും എന്നവർ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങൾ അവരുടെ തലയിലുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ അവർക്കൊന്നിലും ഒരു കോൺസെൻട്രേഷൻ ഇല്ല. എന്തൊക്കെയോ ചെയ്തവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സൺസിന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു 50-50 എനർജിയിലാണ്. കുറച്ച് ഒരു 50% അല്ലെങ്കിൽ 60% സാഹചര്യവശാലായിട്ട് ഇവർക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു വിഷമം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ഓൾറെഡി ഇഷ്ടം ഉണ്ടായിരുന്നു. നിങ്ങളെ വെറുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളവരല്ല അവർ. നിങ്ങളോട് അത്രത്തോളം ഇഷ്ടം ഉണ്ടായിരുന്നവർ തന്നെയാണ്. അപ്പോൾ ഇവര് ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് അതവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലവർ വിഷമിക്കുന്നുണ്ട്, അവർക്ക് ഗിൽറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പേഴ്സന്റെ എനർജി ആയിട്ട് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ അവർക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുന്നു എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടി അവർ ജീവിച്ചു പോരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ഇത് തന്നെയാണ്. അവർക്ക് നിങ്ങളിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് പോലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു ന്യൂ സ്റ്റാർട്ട്, നമുക്കിവിടെ പറഞ്ഞ പോലെ ആ പെന്റക്കിൾസ്, പേജ് ഓഫ് പെന്റക്കിൾസ് പോലെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഇനി ഇതിന്റെ ഒരു ഓവറോൾ എനർജി ഞാൻ പറഞ്ഞുതരാം. അവരിപ്പോൾ ഏത് സാഹചര്യത്തിലാണ്, നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണ്, നിങ്ങൾ രണ്ടുപേരും വിഷമം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരാണ് ഇവിടെ കൂടുതലായിട്ട് ഒന്ന് എന്താ പറയുക, അവരുടെ എനർജിയാണ് കുറച്ചധികമായിട്ട് നമുക്കിവിടെ കാണുന്നത്, കുറച്ചധികമായിട്ട് വിഷമിച്ച് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ വന്നിരിക്കുന്ന ഈ രണ്ട് പേഴ്സൺസിനും പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇവർ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് എത്തേണ്ടതാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇവർ നിങ്ങളിലേക്ക് വരാനുള്ളവരാണ് എന്നുള്ളതാണ്. ഇത് എത്ര നാളെടുത്താലും അല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും. കാരണം ഇത് നിങ്ങളുടെ കൂടെ യോജിച്ചു പോകാനുള്ള ആ ഒരു വ്യക്തി തന്നെയാണ്, നിങ്ങളുടെ പാർട്ട്ണറാണ്. അതായത് ഒരു പസില് പോലെയാണ്. നമ്മളുടെ ഒരു പസില് നമ്മൾ പലതായിട്ട് നമ്മൾ വിടിയിച്ച് കിടക്കുമ്പോൾ ആ ഒരു പോർഷനിൽ ജോയിൻ ചെയ്യാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ പീസേ ഉണ്ടാവുള്ളൂ സെറ്റ് ആവാനായിട്ട്. വേറെ ഏത് പീസ് അവിടെ കൊണ്ട് വെച്ചാലും സെറ്റായി പോവില്ല നമ്മൾ പസിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ അവരുമായിട്ട് സെറ്റായി പോകുന്ന ഒരേ ഒരു പസില് അല്ലെങ്കിൽ ആ ഒരു കണ്ണി എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേജിലൂടെ നിങ്ങളും അവരും കടന്നു പോയി കഴിഞ്ഞാലും ലാസ്റ്റ് ഇവർ നിങ്ങളിലേക്ക് തന്നെ വരാനുള്ളതാണ്. ആ ഒരു ഇത് തന്നെയാണ് നമുക്കിവിടെ സപ്രഷൻ കാർഡും ലാസ്റ്റ് വരുന്നത് പറയുന്നതാണ്. ഏത് രാത്രിക്കും ഒരു പകലുണ്ട്. രാത്രിയുടെ ഇരുട്ട് കൂടുന്തോറും നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ആ ഇരുട്ട് കൂടുന്തോറും അത് കൂടി അവസാനം വെളിച്ചത്തിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള അഡ്വൈസാണ് ഈ ഒരു കാർഡ് തരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. സോ ഇതാണ് ഈ പേഴ്സന്റെ എനർജി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ആ ഒരു കാർമിക് സിറ്റുവേഷന് ശേഷം എത്തുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. സോ എല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് കിട്ടാൻ വേണ്ടി പ്രേ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിംഗ് ആയിട്ട് നാളെ വീണ്ടും കാണാം.